ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 1, 2, 3 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള പുരസ്കാരം 2024. കേരള ജ്യോതി ലഭിച്ചത് MK സാനു. കേരള പ്രഭ ഡോക്ടർ MS സ്വാമിനാഥനും ഭുവനേശ്വരിക്കും. കേരള ശ്രീ പുരസ്കാരം കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്ക്. മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. ട്രിപ്പിൾ ജമ്പ് താരമാണ്. 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. അടുത്തിടെ അന്തരിച്ച BPL ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകൻ TPG നമ്പ്യാർ. ദാമ്പത്യത്തിലെ സ്വകാര്യത മൗലികാവകാശമാണെന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. 2024 നവംബർ 2 പൽപ്പുവിന്റെ 161ാമത് ജന്മവാർഷിക ദിനമാണ് ആചരിച്ചത്. ഉപഗ്രഹ നിരീക്ഷണ കേന്ദ്രമായ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഡയറക്ടറായി നിയമിതനായ മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ NK അനിൽകുമാർ. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത് CL ജോസ്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. സൈക്കിൾ ഓടിക്കുമ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഏർപ്പെടുത്തിയ രാജ്യം ജപ്പാൻ. ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈലായ ഹ്വാസോങ് 19 വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. 2024 നവംബറിൽ അന്തരിച്ച സാമ്പത്തിക വിദഗ്ധനും പ്രധാനമന്ത്രിയുടെ ഉപദേശക സമിതി ചെയർമാനുമായ വ്യക്തി ബിബേക് ദബ്രോയ്. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റത് രാജേഷ് കുമാർ സിംഗ്. 2024 നവംബറിലെ റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ഇന്ത്യക്ക് സ്വന്തം ഉപഗ്രഹം. രാസ ഇന്ധനത്തിനു പകരം വൈദ്യുതി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് പ്രൊപ്പൽഷൻ ഉപഗ്രഹം സാറ്റലൈറ്റ് ഡിസംബറിൽ വിക്ഷേപിക്കും. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം രചിച്ചത് MK സാനു. പ്രൊഫസർ MK സാനു. ഇതുപോലുള്ള ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. താങ്ക് യു.